ഇറങ്ങുന്നില്ലേ? വൈകിട്ട് കാണാം. സ്വന്തം എടുക്കൊണ്ട് മാത്രം ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണ്ട കേട്ടോ. പിന്നെ എന്നും അന്തിക്ക് ഇവിടുത്തെ സർപ്പക്കാവിൽ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാ. അതെനിക്കറിയാലോ. എന്നിട്ട് അതിന്റെ ഒരു നന്ദിയോ സ്നേഹോ കുറച്ചെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ? എല്ലാം മനസ്സിലുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വന്നേ. കണ്ണീർ കൊണ്ട് വാടിപ്പോയ എന്റെ കുട്ടി. എല്ലാ കരികണ്ടും അല്ല ദേവ, ആ മാല എവിടെ? മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു. എന്റെ ദൈവമേ, മീനാക്ഷിക്ക് കൊടുക്കേ. നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? സ്വർണത്തിന്റെ വില നിനക്ക് അറിയില്ലേ ദേവാ? സ്വർണപ്പതക്കാണോ? ദൈവമേ, നോക്കട്ടെ നോക്കട്ടെ, ഇത് ഡയമണ്ട് 6 ആണോ? ഇത് അതൊന്നുമല്ല, അസൽ സ്വർണം തന്നെയാ. ഇത് ഞാൻ ആർക്കും തരില്ല, എനിക്ക് തന്നെ വേണം. ഇത് 5-8 പവൻ കാണൂല്ലേ ദേവാ? എത്ര കാലായിട്ട് ആഗ്രഹിക്കണതാ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണമെന്ന്. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. അല്ല അത് പിന്നെ രാധികയും രുക്മിണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത്, ഒക്കെ ആക്രാന്തക്കാരാ. എത്ര ലക്ഷത്തിന്റെ ചക്ക? 2.5. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചു കുട്ടിയാ നീ. നഷ്ടപ്പെട്ടു പോകരുതല്ലോ, അതുകൊണ്ട് ചോദിക്കുക. ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ? വേണ്ട, ഇത് ഞാൻ സൂക്ഷിച്ചു. മതി മതി, എനിക്ക് ആവശ്യമുള്ളപ്പോൾ നിന്നോട് ചോദിക്കാമല്ലോ. ഈ പൊന്നാട കൊള്ളാമല്ലോ. താളവാടിയിലെ നാഗമൂർത്തി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോ പുതയ്ക്കാൻ ഒന്നാന്തരവാ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തായാലും നിങ്ങള് ഭാഗ്യവാനാ. അതെന്താ? നമ്മുടെ വീട് പണി നടക്കുമ്പോ തന്നെ ഇവന്റെ അവാർഡ് കിട്ടിയല്ലോ. ശരിയാ. ഫ്ലോറിങ്ങിന് മൊസൈക്ക് വേണോ മാർബിൾ വേണോ? അതൊക്കെ അളിയന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, എന്റെ കപ്പാസിറ്റിയോ? ഞാൻ വീട് പണി തുടങ്ങിയത് തന്നെ നിന്റെ കപ്പാസിറ്റിയിലുള്ള വിശ്വാസം കൊണ്ടാ അല്ലേ ബിന്ദു? പിന്നല്ലാതെ. നീ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാച്ചി പോകുന്നല്ലേ? ഇപ്രാവശ്യം പോകുമ്പോ കുറച്ച് മാർബിളിനങ്ങ് ഓർഡർ ചെയ്തേക്ക്. ശരിയാ. എനിക്കൊന്ന് കുളിച്ചാ കൊള്ളായിരുന്നു. കുളിക്കലം ക്ഷീണം കാണും. കുട്ടിമാമിക്ക് തോർത്ത് സോപ്പ് എടുത്തോടുക്ക്. മോളെ, ഈ പ്രശസ്തി പത്രം മോൾക്കിരിക്കട്ടെ. ഇതെനിക്കെന്തിനാ? ഇതും കൂടി അങ്ങ് തന്നാ കുട്ടിമാമയ്ക്ക് ഫ്രീ ആവാലോ. വല്ലതും നടക്കുമോ? നടക്കും, നടത്തണം. മറ്റുള്ള മൂദേവികൾ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം. അവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലും. അതിന് നീ മിടുക്കിയ. എടി, ഈ പതക്ക എനിക്ക് താ. എന്തിന്? അതെ, മണി തൂങ്ങി കിടക്കണ അരിഞ്ഞാനം പണിയാനാ. അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ അരയിലിരിക്കണ തന്നെ ധാരാളം. ഇനി മണിയും കൂടെ കെട്ടി തൂക്കി ബാക്കിയുള്ളവരെ പ്രാന്ത് പിടിപ്പിക്കണ്ട. പോടി വയസ്സാം കാലത്ത് സ്വാർത്ഥമതി.